ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ 18ാമത്തെ സ്റ്റോറിയാണ്. ഇതിനു മുൻപ് ഞാൻ 17 വീഡിയോസ് ഇതുപോലെ ഇംഗ്ലീഷ് സ്റ്റോറീസ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പം നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കമൻസിൽ പലരും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ആത്മവിശ്വാസം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ അത്രയധികം നമ്മളൊരു ദിവസം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പലവരും പറയണ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും ഡിക്ഷണറിയിൽ നിന്ന് കുറച്ച് വാക്കുകൾ പഠിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതൊരിക്കലും ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നിയിട്ടില്ല. കാരണം നമുക്കൊന്നില്ലെങ്കിൽ മടി വരാം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാം. അപ്പോൾ അത് നടക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ സ്റ്റോറീസ് കേൾക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ പുതിയ വേർഡ്സ് പഠിക്കും ചെയ്യും, നമ്മൾ ആ വേർഡ്സ് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്തേ എന്ന് നമുക്ക് ആലോചിക്കാനും പറ്റും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഓരോ വാക്കിൻ്റെ അർത്ഥം നമ്മൾ ആലോചിച്ചിങ്ങനെ വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ സിറ്റുവേഷൻ, ആ ഒരു സന്ദർഭം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അവിടെ ഏത് വാക്കാണ് വരാമെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവും. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോണ കഥയുടെ പേര് എ ഗുഡ് വേർഡ്, ഒരു നല്ല വാക്ക്. വൺ ഡേ എ സ്കിന്നി ബോയ് വാസ് സെല്ലിംഗ് പെൻസ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. ഒരു ദിവസം ഒരു മെലിഞ്ഞ ആൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ പേന വിൽക്കുകയായിരുന്നു. വൺ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. സ്കിന്നി ബോയ് എന്ന് പറഞ്ഞാലോ, സ്കിന്നി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ, വണ്ണം കുറഞ്ഞ ആളെയാണ് നമ്മൾ സ്കിന്നി എന്ന് പറയാ. ഇപ്പൊ ഇവിടെ പറയുന്നത് സ്കിന്നി ബോയ് എന്നാണ്, അതായത് വണ്ണം കുറഞ്ഞ ആൺകുട്ടി, മെലിഞ്ഞ ആൺകുട്ടീനെയാണ് ഇവിടെ പറയുന്നത്. വാസ് സെല്ലിംഗ് പെൻസ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. ആൺകുട്ടി എന്താ ചെയ്യുന്നുണ്ടായിരുന്നത്? വാസ് സെല്ലിംഗ് പെൻസ്. സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ആൺകുട്ടി പേനകൾ വിൽക്കുകയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എവിടെയാണ്? ഇൻ ദി റെയിൽവേ സ്റ്റേഷൻ. ദി ബോയ് വാസ് വെരി പുവർ ആൻഡ് ഹി begged people to buy from him. ആൺകുട്ടി വളരെ ദരിദ്രനായിരുന്നു. തന്നിൽ നിന്നും പേന വാങ്ങാൻ ആൺകുട്ടി ആളുകളോട് അപേക്ഷിച്ചു. ദി ബോയ് വാസ് വെരി പുവർ. ബോയ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, വാസ് വെരി പുവർ എന്ന് പറഞ്ഞാലോ, പുവർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം പാവപ്പെട്ടവൻ എന്നൊക്കെ പറയാം. അപ്പോൾ ബോയ് വാസ് വെരി പുവർ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി വളരെ ദരിദ്രനായിരുന്നു. ആൻഡ് ഹി begged people. begged എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറയാം യാചിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പൊ begged എന്ന് പറയുന്നത് ബെഗിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മുൻപ് നടന്നൊരു കാര്യം ആയതുകൊണ്ട് നമ്മളിവിടെ പറയുന്നത് begged എന്നാണ്, അതായത് അവൻ യാചിച്ചു അല്ലെങ്കിൽ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ആരോടാണ് അപേക്ഷിച്ചത്? പീപ്പിൾ, അതായത് ആളുകളോട്. എന്തിനാണ്? ടു ബൈ ഫ്രം ഹിം, അതായത് ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. അപ്പൊ ബൈ ഫ്രം ഹിം എന്നിവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? അവന്റെ കയ്യിൽ നിന്ന് പേന വാങ്ങാൻ അവൻ എല്ലാരോടും അപേക്ഷിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. വൺ ഡേ എ ബിസിനസ് മാൻ gave him $1 in exchange for a pen. The child forgot to give him the pen, so the man got off the railway station without asking the child for the pen. ഒരു ദിവസം ഒരു വ്യവസായി പേനയ്ക്ക് പകരമായി $1 നൽകി. കുട്ടി പേന നൽകാൻ മറന്നു. അതിനാൽ ആ മനുഷ്യൻ കുട്ടിയോട് പേന ചോദിക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. വൺ ഡേ എ ബിസിനസ് മാൻ. വൺ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. എ ബിസിനസ് മാൻ എന്ന് പറഞ്ഞാലോ, ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ വ്യവസായിനെയാണ് നമ്മൾ ബിസിനസ് മാൻ എന്ന് പറയാം. ഗേവ് ഹെം. അപ്പൊ ഗേവ് എന്ന് പറയുന്നത് ഗിവിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഗിവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക, ഗേവ് എന്ന് പറഞ്ഞാൽ കൊടുത്തു. ആർക്കാണ് കൊടുത്തത്? നിങ്ങളിങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ ചോദ്യങ്ങളായിട്ട് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ നോക്കാം. ആർക്കാണ് കൊടുത്തത്? ഹിം, അതായത് അവന് കൊടുത്തു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതായത് ആ കുട്ടിക്ക് കൊടുത്തു. എന്താണ് കൊടുത്തത്? $1 in exchange. ഡോളറാണ് കൊടുത്തത്. എന്തായിട്ടാണ് കൊടുത്തത്? എക്സ്ചേഞ്ച് ആയിട്ട്, അതായത് ഒരു കൈമാറ്റം പോലെ. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ കൈമാറ്റമാണ്, അതായത് പേനയ്ക്ക് പകരം $1 കൊടുത്തു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതാണ് എക്സ്ചേഞ്ച് ഫോർ എ പെൻ എന്ന് പറയുന്നത്, അതായത് പൈസ കൊടുത്ത് പേന വാങ്ങി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദ ചൈൽഡ്
forgot to give him. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം വരുന്നത്. forgot എന്ന് പറഞ്ഞാലോ ഫോർഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക. forgot എന്ന് പറഞ്ഞാലോ മറന്നു. എന്താണ് മറന്നത്? to give him the pen, അതായത് പേന കൊടുക്കാൻ മറന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. so the man got off the railway station. അപ്പോൾ എന്താണ് ഉണ്ടായത്? പേന കൊടുക്കാൻ മറന്നപ്പോൾ ദി മാൻ ഗോട്ട് ഓഫ് ദി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഗോട്ട് ഓഫ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം വരുന്നത് ഇറങ്ങി എന്നാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ദി മാൻ ഗോട്ട് ഓഫ് ദി റെയിൽവേ സ്റ്റേഷൻ. എങ്ങനെയാണ് പോയത്? വിത്തൗട്ട് ആസ്കിങ് ദി ചൈൽഡ് ഫോർ ദ പെൻ. വിത്തൗട്ട് ആസ്കിങ് എന്ന് പറഞ്ഞാൽ ചോദിക്കാതെ എന്ന് പറയാനാണ് നമ്മൾ ഇവിടെ വിത്തൗട്ട് ആസ്കിങ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ആസ്കിങ് ദ ചൈൽഡ്, അതായത് കുട്ടിയോട് ചോദിക്കാതെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി പെൻ, അതായത് പേന കുട്ടിയോട് ചോദിക്കാതെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഗോട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബ് ആണ്. അപ്പൊ പലവർക്കും ഇപ്പൊ സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും, എന്താണ് ഫ്രേസൽ വേർബ് എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും വേർബ്സ് എന്താണെന്ന് അറിയാം. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഏത് പ്രവൃത്തിയാണോ അതിന് നമ്മൾ വേർബ്സ് എന്ന് പറയും. അതായത് ക്രിയ. മനസ്സിലായില്ലേ? പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് ഏതുമാവാം. ഉറങ്ങുന്നതാവാം, അതായത് സ്ലീപ്പ് ആവാം, പോകുന്നതാവാം, ഗോ ആവാം, ടേൺ ആവാം, ഡാൻസ് ആവാം, സിങ് ആവാം, എന്തുമാവാം. അപ്പൊ ഈ വേർഡ്സിന്റെ കൂടെ ചില വേർഡ്സ് ആയ ഔട്ട്, ഇൻ, അറ്റ് എന്നൊക്കെ വെക്കുന്നതിനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വേർബിന്റെ കൂടെ ഔട്ട്, ഇൻ, അറ്റ് അങ്ങനെ പല വേർഡ്സുകൾ ആഡ് ചെയ്യുമ്പോൾ അതൊരു ഫ്രേസൽ വേർബ് ആവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്ലീപ്പ് ഇൻ ആവാം, ടേൺ ഔട്ട് ആവാം. അപ്പൊ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളാണ്. അതായത് പല സന്ദർഭം അനുസരിച്ചിട്ട് അതിന്റെ മീനിങ് മാറും. അതുപോലെയുള്ള ഒരു ഫ്രേസൽ വേർബ് ആണ് ഇവിടെ ഗോട്ട് ഓഫ് എന്നുള്ളത്. നമ്മൾ അതിന്റെ ഓരോന്നിന്റെ അർത്ഥമല്ല നോക്കുന്നത്. അപ്പൊ ഗോട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ് അർത്ഥം വരുന്നത്. ഈ ഫ്രേസൽ വേർബ്സ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് നേറ്റീവ് സ്പീക്കേഴ്സ് ആണ്. കാരണം അവർ സംസാരിക്കുമ്പോൾ പല ഫ്രേസൽ വേർബ്സ് വെച്ചിട്ടാണ് അവരുടെ സെന്റൻസിൽ കൂടുതൽ ഫ്രേസൽ വേർബ്സ് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളും ഇംഗ്ലീഷിൽ ഓരോ ടെക്സ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറേ ഫ്രേസൽ വേർബ്സ് നമുക്ക് മുന്നിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളത് ഓർത്തിരിക്കുക. ഗോട്ട് ഓഫ് എന്നുള്ളത് നമ്മൾ ഓരോന്നിന്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഗോട്ട് ഓഫ് എന്നുള്ളത് ഒരുമിച്ചുള്ള ഒരു വേർഡാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഡെയിലി ലൈഫിൽ ടേൺ ഓഫ് എന്ന് പറയാറില്ലേ? അപ്പൊ ഇത് നമ്മൾ പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. അത് നമുക്ക് അറിയില്ല, അങ്ങനെ പറയാ ഇംഗ്ലീഷിലൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിലും നമ്മളും പറയുന്നുണ്ട് കുറെ ഫ്രേസൽ വേർബ്സ്. ഇവിടുത്തെ വേർബ് എന്താണ്? ടേൺ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ആഡ് ചെയ്തു. അപ്പൊ അവിടെ അതെന്തായി? ഫ്രേസൽ വേർബായി. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ടേൺ ഓഫ് ദി കമ്പ്യൂട്ടർ ആഫ്റ്റർ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ കളിച്ചു കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ വാക്കിന്റെ അർത്ഥം നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ടേൺ എന്ന് പറഞ്ഞാൽ തിരിയുക എന്നാണ്. പക്ഷെ ഇവിടെ ഫ്രേസൽ വേർബ് ആയതുകൊണ്ട് അതിന്റെ മീനിങ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ദി ബോയ് hurried to catch up with the man and gave him some pens and told him, I'm sorry sir, I forgot to give you the pen. The boy hurried. അപ്പൊ ദ ബോയ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ഹറീഡ് എന്ന് പറഞ്ഞാലോ തിടുക്കം കാണിച്ചു. എന്തിനാണ്? ടു ക്യാച്ച് അപ്പ് വിത്ത് ദി മാൻ. അപ്പൊ ഇവിടെ കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെയുള്ള ഒരു വേർബാണ് ക്യാച്ച് അപ്പ് എന്നുള്ളത്. ഇവിടെ വേർബ് എന്ന് പറയുന്നത് ക്യാച്ച് ആണ്. അപ്പൊ ക്യാച്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? പിടിക്കുക എന്നാണ്. പക്ഷെ ഇവിടെ ആ ഒരു അർത്ഥമല്ല വരുന്നത്. ക്യാച്ച് അപ്പ് വിത്ത് ദി മാൻ എന്ന് പറഞ്ഞാൽ, മാൻ എന്ന് പറഞ്ഞാൽ ആ ആളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അയാളുടെ അടുത്ത് എത്താൻ തിടുക്കം കാണിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതായത് അയാളെ പിടിക്കാൻ എന്നല്ല ഇവിടെ അർത്ഥം വരുന്നത്, അയാളുടെ കൂടെ എത്താൻ തിടുക്കം കാണിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. പിന്നെ എന്താ ചെയ്തത്? ആൻഡ് ഗേവ് ഹെം സം പെൻസ്. ഗേവ് എന്ന് പറയുന്നത് ഗിവിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഗിവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക, ഗേവ് എന്ന് പറഞ്ഞാലോ കൊടുത്തു. അപ്പൊ എന്താണ് കൊടുത്തത്? ആർക്കാണ് കൊടുത്തത്? അത് അടുത്ത ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗേവ് ഹെം, അയാൾക്ക് കൊടുത്തു. എന്താണ് കൊടുത്തത്? സം പെൻസ്, കുറച്ച് പേനകൾ കൊടുത്തു. ആൻഡ് ടോൾഡ് ഹെം. ടോൾഡ് എന്ന് പറയുന്നത് ടെല്ലിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക, ടോൾഡ് എന്ന് പറഞ്ഞാലോ പറഞ്ഞു. ടോൾഡ് ഹിം എന്ന് പറയുമ്പോൾ അയാളോട് പറഞ്ഞു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. എന്താണ് പറഞ്ഞത്? ഐ എം സോറി സർ, എന്നോട് ക്ഷമിക്കണം സർ. ഐ forgot to give you the pen. ഐ forgot എന്ന് പറയുന്നത് forgetന്റെ പാസ്റ്റ് ടെൻസ് ആണ്. forget എന്ന് പറഞ്ഞാൽ മറക്കുക, forgot എന്ന് പറഞ്ഞാലോ
മറന്നു. അപ്പൊ ഐ ഫൊഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മറന്നു. എന്തിനാണ്? ടു ഗിവ് യു ദ പെൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേന തരാൻ ഞാൻ മറന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദി മാൻ സെഡ്, ഡോണ്ട് ബി സോറി, യു ആർ എ ബിസിനസ്മാൻ ലൈക്ക് മീ, ആൻഡ് വാട്ട് ഹാപ്പൻ ടു യു ടുഡേ ഹാസ് ഹാപ്പൻ ടു മീ സെവറൽ ടൈംസ് ബിഫോർ. ആ മനുഷ്യൻ പറഞ്ഞു, ഖേദിക്കണ്ട, നീ എന്നെ പോലെ ഒരു വ്യവസായിയാണ്. ഇന്ന് നിനക്ക് സംഭവിച്ചത് എനിക്ക് മുൻപ് പലതവണ സംഭവിച്ചിട്ടുണ്ട്. ദി മാൻ സെഡ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പറഞ്ഞു, അതായത് അയാളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഡോണ്ട് ബി സോറി, അതായത് ഖേദിക്കണ്ട. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നോട് സോറി പറയണ്ട എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. യു ആർ എ ബിസിനസ് മാൻ ലൈക്ക് മീ. യു ആർ എ ബിസിനസ് മാൻ. ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ വ്യവസായിയാണ്. അപ്പൊ യു ആർ എ ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വ്യവസായിയാണ്. ആരുടെ പോലെയാണ്? ലൈക്ക് മീ, എന്നെ പോലെ നിങ്ങളൊരു വ്യവസായിയാണ്. ആൻഡ് വാട്ട് ഹാപ്പൻ ടു യു ടുഡേ. ഹാപ്പൻ എന്ന് പറഞ്ഞാലോ സംഭവിച്ചു. അപ്പൊ ഇവിടെ അർത്ഥമാക്കുന്നത് വാട്ട് ഹാപ്പൻ ടു യു ടുഡേ എന്ന് പറഞ്ഞാൽ, ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്. അപ്പൊ നിനക്ക് ഇന്ന് എന്താണോ സംഭവിച്ചത്, ഹാസ് ഹാപ്പൻ ടു മീ സെവറൽ ടൈംസ് ബിഫോർ. ഹാസ് ഹാപ്പൻ ടു മീ, എനിക്കും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എപ്പോഴാണ്? സെവറൽ ടൈംസ് ബിഫോർ. സെവറൽ ടൈംസ് എന്ന് പറഞ്ഞാൽ പല തവണ അല്ലെങ്കിൽ പല വട്ടം എന്നൊക്കെ നമുക്ക് പറയാം. ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപ്. അപ്പൊ ഇവിടെ പറയാണ്, സോറി ഒന്നും പറയണ്ട, നിനക്ക് ഇന്ന് സംഭവിച്ചത് എനിക്ക് പലവട്ടം മുൻപ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. Many years passed, and at a luxury social event, a young man approached the businessman and said, I want to remind you of myself. I'm the child who sold you pens several years ago, and today I have become a rich businessman, and the credit goes to you. You have encouraged me with your good words, and where I'm today is only because of you. കുറെ വർഷങ്ങൾ കടന്നുപോയി. ഒരു ആഡംബര സാമൂഹിക പരിപാടിയിൽ ഒരു യുവാവ് വ്യവസായിയെ സമീപിച്ചു പറഞ്ഞു, എനിക്ക് എന്നെ കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കണം. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് പേന വിറ്റ കുട്ടിയാണ്. ഇന്ന് ഞാനൊരു ധനികനായ വ്യവസായിയാണ്. അതിന്റെ കാരണം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ നല്ല വാക്കുകളാൽ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾ കാരണം മാത്രമാണ്. മെനി ഇയേഴ്സ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങൾ കടന്നുപോയി, അതായത് കാലങ്ങൾ കടന്നുപോയി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അറ്റ് എ ലക്ഷറി സോഷ്യൽ ഇവന്റ്. ഇവിടെ ലക്ഷറി എന്ന് പറഞ്ഞാൽ ആഡംബരമായതിനെയാണ് നമ്മൾ ലക്ഷറി എന്ന് പറയാം. സോഷ്യൽ ഇവന്റ് എന്ന് പറഞ്ഞാലോ സാമൂഹിക പരിപാടിയെയാണ് നമ്മളിവിടെ സോഷ്യൽ ഇവന്റ് എന്ന് പറയുന്നത്. യങ് മാൻ എന്ന് പറഞ്ഞാൽ യുവാവ് അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്രോച്ച്ഡ് എന്ന് പറഞ്ഞാലോ സമീപിച്ചു. ആരെയാണ് സമീപിച്ചത്? ദ ബിസിനസ് മാൻ, അതായത് വ്യവസായിയെ സമീപിച്ചു. ആൻഡ് സെഡ് എന്ന് പറഞ്ഞാൽ സേയുടെ പാസ്റ്റ് ടെൻസ് ആണ്. സേ എന്ന് പറഞ്ഞാൽ പറയുക, സെഡ് എന്ന് പറഞ്ഞാലോ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഐ വോണ്ട് ടു റിമൈൻഡ് യു ഓഫ് മൈ സെൽഫ്. റിമൈൻഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഐ വോണ്ട് ടു റിമൈൻഡ് യു എന്ന് പറഞ്ഞാലോ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കണം എന്നാണ് അർത്ഥം വരുന്നത്. ആരെക്കുറിച്ചാണ്? ഓഫ് മൈ സെൽഫ്, എന്നെ കുറിച്ച് തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഐ ആം ദി ചൈൽഡ് ഹു സോൾഡ് യു പെൻസ് സെവറൽ ഇയേഴ്സ് അഗോ. ഐ ആം ദി ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിയാണ്. ഏത് കുട്ടിയാണ്? ഹു സോൾഡ് യു പെൻസ്, അതായത് ഇവിടെ ഹൂ എന്ന് പറയുന്നത് ആ കുട്ടീനെ കുറിച്ച് തന്നെ പറയാനാണ്. ഞാൻ കുട്ടിയാണ്. ഏത് കുട്ടിയാണ്? ഹു സോൾഡ് യു പെൻസ്, അതായത് നിങ്ങൾക്ക് പേന വിറ്റ കുട്ടിയാണ് എന്ന് പറയാനാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. എപ്പോഴാണ് വിറ്റത്? സെവറൽ ഇയേഴ്സ് എഗോ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയാം. ടുഡേ, ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്. ഐ ഹാവ് ബിക്കം എ റിച്ച് ബിസിനസ് മാൻ. ഇന്ന് ഐ ഹാവ് ബിക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ആയിട്ടുണ്ട്. എന്താണ് ആയിരിക്കുന്നത്? എ റിച്ച് ബിസിനസ് മാൻ, അതായത് ഒരു ധനികനായ വ്യവസായി ആയിട്ടുണ്ട്. ആൻഡ് ദ ക്രെഡിറ്റ് ഗോസ് ടു യു. ഇവിടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അംഗീകാരം അല്ലെങ്കിൽ നമുക്ക് പറയാം കാരണം എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് കാരണം, എന്തിന് കാരണമാണ്? ഞാൻ റിച്ച് ആയിട്ടുള്ള ബിസിനസ്മാൻ ആവാനുള്ള കാരണം ഗോസ് ടു യു, അതായത് അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് ആർക്കാണ്? നിങ്ങൾക്കാണ്. എന്തുകൊണ്ടാണ്? യു ഹാവ് എൻകറേജ്ഡ് മീ. എൻകറേജ്ഡ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ യു ഹാവ് എൻകറേജ്ഡ് മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു. എങ്ങനെയാണ്? വിത്ത് യുവർ ഗുഡ് വേർഡ്സ്, നിങ്ങളുടെ
നല്ല വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് വേർ ഐ എം ടുഡേ ഇസ് ഓൺലി ബിക്കോസ് ഓഫ് യു. ഇവിടെ വേർ ഐ എം ടുഡേ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ആരാണോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ജീവിത രീതി എങ്ങനെ മാറിയോ അതിനുള്ള കാരണം ആരാണ്? ഇസ് ഓൺലി ബിക്കോസ് ഓഫ് യു. നിങ്ങൾ കാരണം മാത്രമാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മോറൽ ഓഫ് ദി സ്റ്റോറി: words have the power to help, to heal, to hinder, to hurt, to harm, and to humiliate. Be kind with your words and your actions. വാക്കുകൾക്ക് സഹായിക്കാനും സുഖപ്പെടുത്താനും തടസ്സപ്പെടുത്താനും വേദനിപ്പിക്കാനും ഉപദ്രവിക്കാനും അപമാനിക്കാനും ശക്തിയുണ്ട്. നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ദയ കാണിക്കുക. മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ കഥയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ കഥയുടെ സാരാംശം എന്നൊക്കെ നമുക്ക് പറയാം. വേർഡ്സ് ഹാവ് ദ പവർ ടു ഹെൽപ്പ്. വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ. ഹാവ് ദി പവർ എന്ന് പറഞ്ഞാൽ ശക്തിയുണ്ട്. എന്ത് ശക്തിയാണുള്ളത്? ടു ഹെൽപ്പ്. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായം. അപ്പോൾ സഹായിക്കാനുള്ള ശക്തി വാക്കുകൾക്കുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തുള്ളത്? ടു ഹീൽ. ഹീൽ എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തുക അല്ലെങ്കിൽ ഉണക്കുക എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഇവിടെ മുറിവുകൾ ഉണക്കാനുള്ള ശക്തിയുണ്ട് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ടു ഹിൻഡർ എന്ന് പറഞ്ഞാൽ വിലക്കുക, തടയുക എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ടു ഹേർട്ട് എന്ന് പറഞ്ഞാലോ വിഷമിപ്പിക്കാൻ, അതായത് ബാക്കിയുള്ളവരെ വേദനിപ്പിക്കാൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ടു ഹാം എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക. ആൻഡ് ടു ഹ്യൂമിലിയേറ്റ് എന്ന് പറഞ്ഞാലോ ഹ്യൂമിലിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപമാനിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വാക്കുകൾക്ക് സഹായിക്കാനും മുറിവുകൾ ഉണക്കാനും അതുപോലെ തന്നെ വിലക്കാനും ബാക്കിയുള്ളവരെ അപമാനിക്കാനും ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാനും ഒക്കെ ഉള്ള പവർ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ബി കൈൻഡ് വിത്ത് യുവർ വേർഡ്സ് ആൻഡ് യുവർ ആക്ഷൻസ്. ബി കൈൻഡ് എന്ന് പറഞ്ഞാൽ ദയ കാണിക്കൂ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ബി കൈൻഡ് വിത്ത് യുവർ വേർഡ്സ് ആൻഡ് യുവർ ആക്ഷൻസ്. വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളാണ്. യുവർ ആക്ഷൻസ് എന്ന് പറഞ്ഞാലോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ പറയുന്ന വാക്കുകളിലൊക്കെ മറ്റുള്ളവരോട് ദയ കാണിക്കുക എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും സ്റ്റോറീസ് ഞാൻ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.